ഇന്ന് നമ്മളോടൊപ്പം ഉക്രൈനിൽ നിന്ന് കഴിഞ്ഞ ദിവസം സിസ്റ്റർ ലിജി പയ്യപ്പള്ളി സിസ്റ്റർ നമ്മളോടൊപ്പം ചേർന്നിരുന്നു. ഉക്രൈനിലെ കുറേ വിശേഷങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നു. ഇന്നും സിസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഉക്രൈനിലെ വിശേഷങ്ങളുമായിട്ട്. സിസ്റ്ററെ വെൽക്കം. ഇന്ന് എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ഒത്തിരി അറ്റാക്കുകള് ഈ ഇന്നലെയും ഇന്നോ രാവിലെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, പൈലറ്റ് ഇല്ലാത്ത ഫ്ലൈറ്റുകൾ അവർ വിടും. ആ ഫ്ലൈറ്റുകളിൽ നിന്നും അവര് ബോംബ് അല്ലെങ്കിൽ ചെറിയ റോക്കറ്റുകള് അങ്ങനെയാണ് അവര് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പം നമുക്ക് ഇൻഫോർമേഷൻ കിട്ടി, പുറത്തിറങ്ങരുത്, ഇങ്ങനെ പൈലറ്റ് ഇല്ലാത്ത ഫ്ലൈറ്റ് വരുന്നുണ്ടെന്ന്. അത് പറഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു സ്വരം കേട്ടു. അവിടെ ഞാൻ കണ്ടു 2 വണ്ടികൾ നിന്ന് കത്തുന്നത് ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് അവിടേക്ക് ഇപ്പൊ പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ ഇപ്പോ തീ അണച്ചുകൊണ്ടിരിക്കുവാണ്. അവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇന്ന് ഒരു അപ്പാർട്ട്മെന്റ്, 5 നിലയുള്ള അപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ 3-മത്തെ നിലയിലേക്കാണ് റോക്കറ്റ് വീണത്. അപ്പൊ അവിടെയും ഭയങ്കര തീപിടുത്തമുണ്ട്. അതും നമുക്ക് ഇപ്പൊ പോകാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ ഒരു തീ പിടിക്കുന്ന സമയത്ത് ഈ റഷ്യ ചെയ്യുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉക്രൈൻ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്, ഉറപ്പായിട്ടും നമ്മൾ തീ അണയ്ക്കാൻ ചെല്ലുമല്ലോ, അപ്പൊ ഒരു വീണ്ടും ഒരു റോക്കറ്റും കൂടി ഇടും. അപ്പൊ അവിടെ നിൽക്കുന്ന കഴിഞ്ഞ ദിവസം 5 തീ അണയ്ക്കാൻ പോയ അവര് മരിച്ചുപോയി. കാരണം ഉടനെ അടുത്ത റോക്കറ്റും കൂടി വന്നു. അപ്പോ ഈ റഷ്യ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവിടെ നമുക്ക് അനുവാദവും ഇല്ല. ഒരു പക്ഷെ വീണ്ടും അവിടെ റോക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ദിവസമാണ് ഇന്ന്. കൂടുതൽ റോക്കറ്റുകൾ പ്രതീക്ഷിക്കാം എന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നേരം വെളുത്തതിന് ശേഷം തന്നെ രണ്ട് ഫ്ലൈറ്റുകള് പൈലറ്റ് ഇല്ലാത്തത് വന്നു. അതിൽ നിന്നും ഒത്തിരി ബോംബുകളാണ്, ഒത്തിരി റോക്കറ്റുകളാണ് വീഴുന്നത്. അതിങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ റോക്കറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഞാൻ ഇപ്പോഴും ഈ ദനിപ്രോ നദിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അത്രയും അകലെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ സംസാരിച്ച സ്ഥലത്താണോ സിസ്റ്റർ ഉള്ളത്? ഹെർസോണിൽ തന്നെ. ഞാൻ ഇവിടെ നിന്ന് മൺഡേ പോകത്തുള്ളൂ. ഈ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരു പക്ഷെ നമ്മൾ കേട്ട് കാണും, തുടക്കത്തിലൊക്കെ ഓരോരുത്തരും അവരുടെ വീടുകളില് ചെറിയ ചെറിയ ബോംബുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ ബോംബ് ഉണ്ടെന്ന്. അതൊക്കെ ഒരു സത്യമായിരുന്നു. കാരണം അവര് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എവിടെ വേണമെങ്കിലും റഷ്യൻ പട്ടാളക്കാരുണ്ട്. ഇതൊക്കെ റഷ്യ പിടിച്ചെടുത്തിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അതിപ്പോ ഒരു നദി കടന്ന് അടുത്ത ആ നദിയുടെ അപ്പുറത്തേക്ക് ആയിട്ടുണ്ട് എന്ന് മാത്രമുള്ള ഈ സ്ഥലമൊക്കെ റെഡ് അലർട്ട് ആണ് ഇപ്പോഴും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ചെറിയ വീട്ടിലുണ്ടാക്കുന്ന ബോംബിന്റെ ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ചെറിയ റോക്കറ്റുകൾ പോലെ. ഈ സ്ഥലത്ത് നിങ്ങൾ കാണുന്നുണ്ട്, മരത്തിൽ കുറെ ഇങ്ങനെ ഉക്രൈന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇതാണ്. ഈ മരങ്ങളിൽ ഒരു 40 മരങ്ങളിൽ ഇങ്ങനെ തുണി കെട്ടിയിട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ സ്ഥലത്ത് റഷ്യൻ പട്ടാളം വന്ന സമയത്ത് ഈ സ്ഥലത്ത് ഇപ്പൊ ഇതോടെ കമ്പിവേലി വെച്ചിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ് ഈ കുറച്ച് സ്ഥലം. ഈ സ്ഥലത്താണ് ഈ ഇവിടുത്തെ യുവാക്കള് ഈ ചെറിയ സാധനമായിട്ട് വന്നിട്ട് ഈ യുക്രൈനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ റഷ്യൻ പട്ടാളം ഇവിടെ ടാങ്കുമായിട്ട് നിൽക്കുമായിരുന്നു. ഈ സ്ഥലത്ത് വെച്ച് 4 പേരെ ഒറ്റ സമയം കൊണ്ട് 40 യുവാക്കളെ റഷ്യൻ പട്ടാളം കൊന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടേക്ക് ഒന്നും പ്രവേശനവും ഇല്ല. അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനെ റിബൺ കെട്ടിയിരിക്കുന്നത് 40 മരങ്ങളിലും. പിന്നെ എനിക്ക് ഇന്നലെയാണ് ഒരു കാര്യം മനസ്സിലായത്.
എന്തുകൊണ്ടാണ് യുക്രൈന് ഇത്രയും ശക്തി, അല്ലെങ്കിൽ ഇപ്പൊ 5 വർഷമായിട്ടും യുക്രൈൻ യുദ്ധം ഇത്രയും കുറച്ച് ചെറിയ രാജ്യമായിട്ടും എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും ശക്തി എന്ന് ഇന്നലെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇന്നലെ സാധിച്ചു. പട്ടാളക്കാരുടെ അടുത്ത് പോകുന്നു ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ സിസ്റ്റർ. എന്തോ പട്ടാളക്കാരുടെ അടുത്ത് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഇന്നലെ ഞാൻ സംസാരിച്ചു. ഒരു സ്ത്രീയാണ്, നത്താലിയ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അവര് ഇപ്പൊ ഏത് നത്താലിയ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത്. അവര് പോളണ്ടിലായിരുന്നു. അവരുടെ മകൻ ഇവിടെ ഉണ്ടായിരുന്നു, പേരൻസും. അപ്പൊ മകനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ വന്നതാണ്. അപ്പം ഈ മകന്റെ 2 ഫ്രണ്ട്സും ഈ മകനുമായിട്ട് ഇവര് പോകുന്ന സമയത്താണ് റഷ്യൻ പട്ടാളം ഇവരെ വണ്ടി തടഞ്ഞിട്ട് ഈ സ്ത്രീയെ മാത്രം പുറത്തു കൊണ്ടുപോയി. അവര് പറയുന്നുണ്ടായിരുന്നു 8 മണിക്കൂർ ആ സ്ത്രീയെ ശാരീരികമായിട്ട് 2 കൈയും മേശയിൽ വെച്ചിട്ട് കത്തി കൊണ്ട് കുത്തുമായിരുന്നു 8 മണിക്കൂർ. അതേപോലെ തന്നെ തലയില് തോക്കും അടിച്ചിട്ട് വലിയ ഒരു കുഴി പോലെയാണ് തലയിരിക്കുന്നത്. പിന്നെ മേത്ത് സിഗരറ്റ് കത്തിച്ചിട്ട് പിന്നെ ഒരു എന്തോ ഈ അരിമ്പാറ പോലത്തെ എന്തോ സാധനം ഉണ്ടായിരുന്നു, അത് അങ്ങനെ പിടിച്ചു വലിച്ചു കളഞ്ഞു. പിന്നെ കാലയില് മുറിവുണ്ട്, കഴുത്തിന്റെ ഇവിടെ മുറിവുണ്ട്. അങ്ങനെ അവര് റഷ്യൻ പട്ടാളം അത്രയും ക്രൂരമായിട്ട് 8 മണിക്കൂർ ക്രൂരമായിട്ട് അവരെ പീഡിപ്പിച്ചു. അപ്പൊ ആ ഒരു പ്രതികാരമാണ് ഇവർക്കുള്ളത്. ഇവർ പറയുന്നത്, ഞാൻ സഹിച്ച 8 മണിക്കൂർ എങ്ങനെ ഞാൻ കടന്നുപോയി എന്നറിയില്ല. അതുപോലെ തന്നെ അവരുടെ സിസ്റ്റർ നേഴ്സായിരുന്നു. അപ്പൊ റഷ്യൻ പട്ടാളം അവരെ തോക്ക് വെച്ചിട്ട് കൊണ്ടുപോയി. അതിന്റെ മകള് കണ്ടു. 6 മാസത്തോളം ആ മകള് സംസാരിക്കത്തില്ലായിരുന്നു. അത്രയും ഒരു ഡിപ്രഷനിലേക്ക് അവര് പോയിരുന്നു ആ കൊച്ച്. അപ്പൊ കൊച്ച് പിന്നെ ആണുങ്ങളെയൊക്കെ കാണുമ്പോ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു കുഞ്ഞിനെ പോലെ അവര് മൂലിക്കയിലേക്ക് ഓടും ഒരു പുരുഷനെ കണ്ടാലും. അപ്പൊ അതൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിരിക്കുന്ന ആ ഒരു വേദന ഉള്ളതുകൊണ്ട് അവര് പറയുന്ന ആ പട്ടാളക്കാരിയാണ് അവള് പറയുന്നത്, ഞാന് ഒരു വേസ്റ്റ് അടിച്ച് വൃത്തിയാക്കുന്ന ഒരു ജോലിയാണ് എനിക്കുള്ളതെന്ന്. എനിക്ക് ആദ്യം മനസ്സിലായില്ല ഈ വേസ്റ്റ് അടിച്ച് വൃത്തിയാക്കുക എന്നുള്ളത്, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അവര് പറയുന്ന ഉക്രൈനിൽ വന്നിരിക്കുന്ന വേസ്റ്റുകളെ അടിച്ചു വൃത്തിയാക്കുക. അപ്പൊ അവര് യുദ്ധത്തെ അങ്ങനെ അത്ര തീവ്രമായിട്ടാണ് കാണുന്നത്. അവര് പറയുന്നേ, ഞാൻ ഒരു മനുഷ്യനെയും കൊല്ലുന്നില്ല, ഞാൻ എന്റെ കൈകൊണ്ട് തോക്കെടുക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, ഒരു മനുഷ്യനെയും ഞാൻ കൊല്ലുന്നില്ല. പക്ഷെ ഞാന് മനുഷ്യത്വം ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അവർ പറയുന്നത്. അത്രയും ക്രൂരമായിട്ടുള്ള പീഡനമാണ് റഷ്യൻ പട്ടാളത്തിൽ നിന്ന് ഉക്രൈൻകാർക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇന്നാണെങ്കിലും പലരോടും സംസാരിച്ചു, ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ഞാനിപ്പോ വിചാരിക്കുമായിരുന്നു ഈ കഥകളൊക്കെ മീൻസ് അവരുടെ സഫറിങ്സ് എടുത്തിട്ട് ഒരു ബുക്കാക്കണം എന്ന് ഞാൻ വിചാരിക്കുവാണ്. കാരണം അത്രമാത്രം സഫറിങ്സ് അവർക്കുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഈ പുല്ലൊക്കെ കാണുന്നില്ലേ, ഇവിടെയൊക്കെ മൈൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും കടക്കാൻ പാടില്ല. എപ്പോഴാണ് എവിടേക്കാണ് മൈൻസ് കിടക്കണെന്ന് അറിയത്തില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇതൊരു വലിയൊരു മാളായിരുന്നു. കാണുന്നുണ്ട്. ആ മാള് ഒരു റോക്കറ്റ് വീണു. അത് കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത റോക്കറ്റ് വീണു. ചില സമയത്ത് റഷ്യൻ ചെയ്യുന്നത് ഒരു റോക്കറ്റിന് പുറകെ അടുത്തത് പിന്നെയും അതിന്റെ പുറകെ അടുത്തത് വിടും. കാരണം ആളുകള് രക്ഷാപ്രവർത്തനമായിട്ട് വരുമ്പോ അവരെ എല്ലാവരും കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പിന്നെ ഇവിടെ ഈ സ്ഥലം മുഴുവൻ കുറെ ഡേർട്ടിയാണ്.
ഉം, അപ്പം ഞങ്ങളോടത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം കൈ കൊണ്ട് തൊടരുതെന്ന്. ഉം, ഉം, കാരണം എവിടെയാണ് ഈ മൈൻസ് കിടക്കുന്നതെന്ന് അറിയത്തില്ല. ഉം, 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 ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ ഡേർട്ടി ആയിട്ട് കവറുകളിൽ വേസ്റ്റ് കിടക്കുന്നുണ്ടാവും. ഉം, അപ്പൊ ഈ വേസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ മൈൻസ് പൊട്ടാൻ പോകുന്നത്. ഉം, ഉം. അപ്പൊ അതുകൊണ്ട് വേസ്റ്റ് പോലും നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ല. ആ. വളരെ ആ വേസ്റ്റിനോട് പോലും ഇവർക്ക് പേടിയാണ്. അത് അത് സംഭവിക്കുന്നുമുണ്ട്. കാരണം പല സ്ഥലത്തും മൈൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുമുണ്ട്. സത്യത്തില് ഞാന് എന്റെ ഹൃദയം പൊട്ടുന്ന ഒരു വേദനയാണ് ഞാൻ ഹെർസോണിൽ വന്നപ്പോ കാണുന്നത്. ആ, ആ, കാരണം ഇവിടെ വീടുകൾക്ക് ഒരു വീടിന് പോലും ജനലയില്ല. ആ. എന്നിട്ടും ആൾക്കാർ പോകുന്നില്ല കുറെ. കാരണം അവർ പറയുന്നത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്, ഉം, 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 എങ്ങോട്ട് പോയി. ഇത്രയും ഇപ്പൊ യുക്രൈനിൽ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഉം. ഇതുപോലെ എന്താ പറയാ പേടിച്ച് ജീവിക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ ഇപ്പൊ ചിലരൊക്കെ ചോദിക്കാറുണ്ട് അവർക്ക് അവിടെ നിന്ന് പോയിക്കൂടെയെന്ന്. പക്ഷെ എങ്ങോട്ടാ പോകുന്നതെന്നാണ് അല്ല, അവർ ചോദിക്കുന്നത്. ഗവൺമെന്റ് എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്? ഗവൺമെന്റ് അവരെ അങ്ങോട്ട് മാറ്റത്തില്ല, വേറെ സ്ഥലങ്ങളിലേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്തുള്ള പോളണ്ട് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനൊന്നും അവർക്ക് പറ്റില്ലേ? നമ്മളെ എവിടെ ചെന്നാലും 1-2 ദിവസം നമ്മളെ എല്ലാവരും സ്വീകരിക്കും. ആ, ഇപ്പൊ ആദ്യമൊക്കെ ആണെങ്കിൽ ഇപ്പൊ യൂറോപ്പ് ആണെങ്കിലും യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോ അവര് വിചാരിച്ചില്ല 5 വർഷത്തോളൊക്കെ ഈ എവാക്യുവേഷനിൽ വന്ന ആൾക്കാര് ഉം, പരദേശികളായിട്ട് വന്നവര് അല്ലെങ്കിൽ പ്രവാസികളായിട്ട് വന്നവര് അവര് ഈ 5 വർഷമൊക്കെ നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ പോളണ്ടിൽ നിന്ന് 40% ഉക്രൈൻകാരെ അവര് തിരിച്ചുവിടുവാണ്. ഓ, ആ, ആ, കാരണം ആദ്യമൊക്കെ എല്ലാവരും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളൊക്കെ വളരെ വെൽക്കം ചെയ്യുമായിരുന്നു. ആ, ആ, പക്ഷെ അവര് വിചാരിച്ചത് 1-2 മാസമായിരിക്കുമെന്ന്. പക്ഷെ ഇത് 5-ാമത്തെ വർഷമായി കഴിഞ്ഞപ്പോഴും ഗവൺമെന്റിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ, ആ, അവര് ചിലപ്പോ അവരുടെ സ്കൂളുകളൊക്കെ ആയിരിക്കും ഇവർക്ക് കൊടുത്തത്. അപ്പൊ അവര് ഇപ്പം ഒരു എവാക്യുവേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ യൂറോപ്പ് ഇവരത്രയും സ്വീകരിക്കത്തില്ല. ആ, യൂറോപ്പ് ആദ്യം സ്വീകരിച്ച മാതിരി അവർക്ക് കൊടുത്തിരുന്ന സഹായങ്ങളൊക്കെ പിൻവലിച്ചു. ഉം, 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 അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പോകാനായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല. ആ, ആ, പിന്നെ ഈ സ്ത്രീ പറയുമായിരുന്നു, ഈ സ്ത്രീ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, കൈ ടേബിളിൽ വെച്ചിട്ട് കത്തി കൊണ്ട് അപ്പൊ ഇങ്ങനെ കുത്തുവാണ്. അപ്പൊ ചിലപ്പോ വിരലിലായിരിക്കും കുത്തുകൊള്ളുക, ചിലപ്പോ കൈയുടെ വിടവിലായിരിക്കും കുത്തുകൊള്ളുക ആ, ആ, കത്തി കൊണ്ട്. ആ, അതൊക്കെ ഒത്തിരി ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഒത്തിരി വികാരമായിട്ട് കരഞ്ഞും ആ, ആ കരയുന്നതിനോടൊപ്പം തന്നെ അത്രയും ഒരു ധൈര്യവും ആ, പുള്ളി ആർജിച്ചെടുത്തിരിക്കുകയാണ്. ആ, ഞാൻ എന്നെ വേദനിപ്പിച്ചവര്, അതേപോലെ തന്നെ എന്റെ കുടുംബത്തെ വേദനിപ്പിച്ചവര്, അതേപോലെ തന്നെ ഒത്തിരി യുക്രൈൻകാര് അവര് ഇവിടേക്കാണ് ഈ റേപ്പ് ചെയ്തിട്ട് ആ, അവര് ഒരു ബോംബിട്ടിട്ട് പോവുക ആ, 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 സ്ത്രീകളെയൊക്കെ. ആ, അല്ലെങ്കിൽ അമ്മയുടെ മുമ്പിൽ വെച്ച് ചെറിയ പെൺകുട്ടികളെ ആ, അവരെയൊക്കെ റേപ്പ് ചെയ്തിട്ട് ആ വീട്ടിലേക്ക് ബോംബിട്ടിട്ട് പോകും. ആ, ഇതൊക്കെ കണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ. ഈ സ്ത്രീയുടെ ഈ പട്ടാളക്കാരിൽ നിന്ന് കിട്ടിയ പീഡനത്തിന് ശേഷമാണ് ഇവര് വോളണ്ടിയർ ആയിട്ട് സൈന്യത്തിൽ ചേർന്നത്. ഓക്കെ. ആ, 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 സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും പറയാൻ ഓരോ കഥകളുണ്ട്. പിന്നെ ഒരു പക്ഷെ ഞാനും പറഞ്ഞിട്ടുണ്ട് ന്യൂസില്, പിന്നെ നമ്മുടെ ഡൽഹിയില് ഉക്രൈനിൽ നിന്നും വിദേശമന്ത്രി വന്നപ്പോഴും പറഞ്ഞിരുന്നു ഇവരെയൊക്കെ ക്ലോസറ്റുകളൊക്കെ കൊണ്ടുപോകുമായിരുന്നു എന്ന്. ഈ സത്യത്തിൽ ഈ റഷ്യക്കാർക്ക് ഈ ക്ലോസറ്റ് എന്തിനു ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അത് വളരെ രസകരമാണ്. ആ, അവര് ഈ കണ്ടു നിന്ന ആൾക്കാർ പറഞ്ഞതാണ്, അവര് ക്ലോസറ്റ് എടുത്തിട്ട് ഇത് വെള്ളം ശേഖരിക്കാനാണോ ഇത് എന്തിനാണെന്ന് പോലും അവർക്ക് അറിയില്ല. പിന്നെ നമ്മുടെ മിക്രോവേവ് അല്ലേ, അതെടുത്തിട്ട് അവര് വിചാരിക്കുന്ന പോസ്റ്റ് ലെറ്റർ കൊണ്ടുവന്ന് ഇടാനുള്ള സാധനമാണെന്ന്. അത്ര പോലും എന്താ പറയാ അറിവില്ലാത്ത ഒരു കുറേ റഷ്യയുടെ മോസ്കോവോ അല്ലെങ്കിൽ സാൻ പീറ്റർബർഗ്, ലിനോഗ്രാദ് എന്ന സ്ഥലത്തൊക്കെ വളരെ ഡെവലപ്ഡ് ആണ്. പക്ഷെ ഒട്ടും ഡെവലപ്മെന്റ് ഇല്ലാത്ത വില്ലേജ് ഏരിയകളും ഉണ്ട്. അവിടെ നിന്നുള്ളവരൊക്കെയാണ് യുദ്ധത്തിന് വിടുന്നത്. അവർക്ക് യുദ്ധം എന്താ, അവരോടൊക്കെ പറഞ്ഞിരുന്നത് ഇത് പ്രാക്ടീസിന് പോകുന്നതാണെന്ന്. ഓ, ഓ, ഇവർക്ക് യുദ്ധമാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പൊ അവര് ഈ ക്ലോസറ്റുകളും ഈ മിക്രോവേവ് ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് പോലും അറിയില്ലാത്ത എനിക്കതൊക്കെ കേട്ടിട്ട് വളരെ അതിശയം തോന്നുന്നു. ഈ 2026 ആയിട്ടും റഷ്യനില് പല ആളുകൾക്ക് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. ആ, ആ, ആ.
അവർക്ക് ഈ യുക്രൈൻ ജനതയുടെ പെട്ടെന്നുള്ള വളർച്ച കണ്ടിട്ടുള്ള ഒരു അസൂയ മാത്രമാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും നമ്മൾ ഉള്ളിലേക്ക് കടന്നു നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്. അവര് ഈ റോട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്രയും നന്നായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ആര് അനുവാദം തന്നു എന്ന്. ഞാനിപ്പോ നിൽക്കുന്ന മരത്തിന്റെ അടിയിലാണ്. കാരണം ഇവിടെ മരത്തിന്റെ അടിയിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ റഷ്യക്കാര് ഇപ്പൊ നമ്മൾ 1 കിലോമീറ്റർ ദൂരെയല്ലേ ഉള്ളൂ, അവരെ എപ്പോഴും വെച്ച് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരെങ്കിലും നിൽക്കുന്ന കാണുവാണെങ്കിൽ അവിടേക്ക് ഡ്രോൺ വിടും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മരത്തിന്റെ അടിയിൽ നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സിസ്റ്റർ, ഈ ഇപ്പം അവിടെ സിസ്റ്റർ ഇന്ന് നിന്നപ്പോൾ ആക്രമണങ്ങൾ വന്നായിരുന്നോ? സിസ്റ്റർ നിന്ന സ്ഥലത്തേക്ക് വന്നായിരുന്നോ ആക്രമണം? ഉറപ്പായിട്ടും അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, 2 വണ്ടി കത്തുന്നത് ഞാൻ കണ്ടു. കത്തിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്താണ് അത് വീണത്. 2 വണ്ടി ഞാൻ കണ്ട സമയത്ത് അവിടെ അഗ്നി അണയ്ക്കാനായിട്ടുള്ളത് വന്നിട്ടില്ല. അത്രയും സമയമായിട്ടില്ല. ജസ്റ്റ് എന്റെ മുമ്പിലേക്കായിട്ടാണ് അത് വീണത്. ഇപ്പൊ നമ്മള് വീടിന്റെ അകത്ത് നിന്നു, പക്ഷെ പുറത്തത് കാണാൻ പറ്റുമായിരുന്നു വീഴുന്നത്. നമ്മള് അന്നിവിടെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഒത്തിരി പേരുണ്ട് ഭക്ഷണം ഇല്ലാത്തവരൊക്കെ. അപ്പൊ അവരോട് അകത്ത് കയറാൻ പറഞ്ഞു. കാരണം അവർ പുറത്ത് നിൽക്കുമായിരുന്നു, ക്യൂ ആയിട്ട് നിൽക്കുമായിരുന്നു. അവരോട് എല്ലാവരെയും അകത്ത് കയറ്റി. അപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്കാണ് ഈ റോക്കറ്റ് ഒരെണ്ണം വീഴുന്നത്. പക്ഷെ ഞാനത് ലൈവായിട്ട് കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ നമ്മൾ ഇപ്പൊ അങ്ങോട്ടേക്ക് വിടത്തില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഡ്രോൺ കൂടി വരാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് വിടത്തില്ല, വളരെ ഡേഞ്ചർ ആണ്. അപ്പൊ രാത്രി മുഴുവനും ഈ ഡ്രോൺ പോകുന്നതിന്റെ മിസൈൽ പോകുന്നതിന്റെ ശബ്ദങ്ങളായിരുന്നു. അത് നമുക്ക് 2 എണ്ണം കേൾക്കാൻ പറ്റും. ഒരെണ്ണം റഷ്യ ഇതിനെ നശിപ്പിക്കുന്ന ഉക്രൈൻ ഇതിനെ നശിപ്പിക്കാനായിട്ട്. ഇപ്പൊ ഒരു ഡ്രോൺ വരുമ്പോ ആ ഡ്രോണിന്റെ മുമ്പിലേക്കാണ് ഇവര് നശിപ്പിക്കാനായിട്ടുള്ള ഇത് വിടുന്നത്. എനിക്കറിയില്ല അതിന്റെ പേരെന്താന്നറിയില്ല. അത് വിടുന്നത്. അപ്പൊ അത് വിടുന്ന ശബ്ദം കേൾക്കുമ്പോ അറിയാം ഒരു ഡ്രോൺ വരുന്നുണ്ടെന്ന്. അപ്പൊ നെക്സ്റ്റ് സൗണ്ട് ഇത് പോയിട്ട് അതിനെ നശിപ്പിക്കുന്ന സൗണ്ടാണ്. അപ്പൊ ഒരു സൗണ്ട് ഉക്രൈന്റെ അടുത്തുനിന്നും ഒരു സൗണ്ട് റഷ്യയുടെ അടുത്തുനിന്നുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം നമ്മൾ വളരെ അടുത്താണല്ലോ നിൽക്കുന്നത്. അവിടുന്ന് വിടുന്നത് പോലും നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണുന്നുണ്ട് ഡ്രോൺസ് വരുന്നത്. പിന്നെ നമ്മുടെ റഡാറുണ്ട്, നമ്മളത് നോക്കും ഏത് സൈഡിലേക്കാണെന്ന്. പിന്നെ മിക്കവാറും നമ്മള് മരത്തിന്റെ അടിയിലോ, പിന്നെ ഇന്നലെ ഞാൻ നടന്ന സമയത്ത് ഒരു റോക്കറ്റ് പൊട്ടാതെ കിടക്കുന്നുണ്ട്. അത് ഇപ്പോഴും നിർവീര്യമാകാത്തൊരു റോക്കറ്റാണ്. മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ട് ശരിക്കും അതിന്റെ ഫോം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അത് നിർവീര്യമാക്കിയിട്ടില്ല. പക്ഷെ ആളുകൾക്ക് അറിയാതെ അവിടെ ഉണ്ടെന്ന്. റോട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അടുത്തേക്കടെയൊക്കെ വണ്ടി പോകും. പക്ഷെ ഈ ഇന്നലെ വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം നോക്കിയപ്പോ വളരെ മൂകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. കാരണം ആരെയും റോട്ടിലേക്ക് കാണത്തില്ല. വണ്ടികളൊക്കെ വളരെ അപൂർവം. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരെണ്ണം വീണിട്ടുണ്ട്. കാരണം എനിക്ക് കേൾക്കാൻ പറ്റും, ഇപ്പൊ വീണിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം പലരും കമന്റ് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് അറിവില്ലാത്തത് കൊണ്ടാണ്. കാരണം എന്തിനാണ് ഉക്രൈൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടല്ലേ എന്നൊക്കെ. പക്ഷെ അതൊന്നും സത്യമല്ല. കാരണം നമ്മുടെ രാജ്യത്തിലേക്ക് കയറി വന്നിട്ട് ഉക്രൈൻ റഷ്യയിലേക്ക് പോയില്ലല്ലോ, അവര് ഉക്രൈനിലേക്കല്ലേ കയറി വന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ റഷ്യയിലേക്ക് ആദ്യം യുക്രൈൻ റെസിസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത്. പക്ഷെ ഒരു കഴിഞ്ഞ വർഷം തുടങ്ങി ഉക്രൈൻ റഷ്യനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മള് എത്ര എന്ന് വിചാരിച്ചിട്ടാണ് യുക്രൈൻ ക്ഷമിച്ചു നിൽക്കാം? നമ്മുടെ ആൾക്കാരാണോ മരിച്ചുകൊണ്ടിരിക്കുക? ഓരോ വ്യക്തിനെ പോലും സിവിൽസിനെ പോലും അറ്റാക്ക് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളും, ഒരു വീടിന് പോലും ജനലയില്ല. പല വീടുകൾക്കും മേൽക്കൂരയില്ല. ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറൊക്കെ ഇവിടുത്തെ അപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ 5 നില 6 നില ഉള്ളതൊക്കെയാണ്. ആദ്യത്തെ മുകളിലത്തെ 2 നില ഇല്ല.
ആ, ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ആളുകൾ താമസിക്കുന്നത്, പക്ഷെ അവിടെയൊന്നും ജനലില്ല. എല്ലാവരും ഈ ഫ്ലൈവുഡ് അടിച്ചു വെച്ചേക്കുവാണ്. ഓ, ആ, ആ. വളരെ ദയനീയമാണ്. പക്ഷെ അവര് പറയുന്നത്, പിന്നെ നമുക്ക് ഉണ്ടല്ലോ, നമ്മുടെ കാരണന്മാരാണെങ്കിലും അവര് ജീവിച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അന്യ സ്ഥലത്ത് ചെന്നിട്ട് ജോലിയില്ല, ആ, ആ. പിന്നെ അവരെങ്ങനെ ജീവിക്കും? അല്ല, ഇപ്പൊ അവിടെ ജീവിക്കുന്നവർക്ക് ഗവൺമെന്റ് സഹായങ്ങൾ കൊടുത്തിട്ടാണ് അവരവിടെ താമസിക്കുന്നത്, അതോ അവര് എങ്ങനെയാണ് അപ്പോ അവിടുത്തെ? അത് ഈ ഹ്യൂമാനിറ്റേറിയൻ ഹെൽപ്പ് കിട്ടുന്നുണ്ട് അവർക്ക്. ഇപ്പൊ ഇന്നാണെങ്കിൽ രാവിലെ അവർക്ക് ഒരു സൂപ്പ്, കുറച്ച് ഭക്ഷണം, നമ്മുടെ അവിടെ ചോറ് കഴിക്കുന്ന പോലെ ഇവിടെ ഗോതമ്പിന്റെയാണ് അത്. പിന്നെ ഒരു ദിവസത്തേക്കുള്ള ഫുഡ് അവർക്ക് കൊടുക്കും. ആ, ആ, ആഴ്ചയിൽ 4 പ്രാവശ്യം അങ്ങനെ കൊടുക്കും. ആ, 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 അതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. പിന്നെ ഒരു ബ്രെഡ്, ആ, ഒരു ദിവസം ഒരു ബ്രെഡ് വെച്ച് കൊടുക്കും. ആ, പിന്നെ നമുക്ക് പുറത്തുനിന്നൊക്കെ ഹെൽപ്പ് വരുന്നുണ്ട്, മീൻസ് ഫുഡ് ഐറ്റംസ്. ആ. അതൊക്കെയാണ് ഇവർക്ക് ഓരോ ഓരോ കുടുംബത്തിന്റെയും എണ്ണം അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ഈ സിസ്റ്ററെ, ഇപ്പൊ അങ്ങോട്ടേക്ക് റഷ്യൻ പട്ടാളം എത്താനുള്ള സാധ്യതകളെ കുറിച്ച് പറയുന്നുണ്ടോ? ഇപ്പൊ അവരാരെങ്കിലും പറയുന്നുണ്ടോ അങ്ങോട്ട് റഷ്യൻ പട്ടാളം അങ്ങോട്ട് ഇല്ല, ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല. കാരണം തുടക്കത്തില് യുക്രൈൻ അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. ആ, ഇന്നിപ്പം യുക്രൈന്റെ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, യുക്രൈൻ ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ട് യുക്രൈന് റഷ്യനെ അറ്റാക്ക് ചെയ്യാൻ മാത്രം ആയുധങ്ങൾ യുക്രൈന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഓക്കെ, ഇനിയും റഷ്യക്ക് യുക്രൈനിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഓക്കെ. വളരെ നന്ദി സിസ്റ്ററെ, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ആയതിന്. അടുത്ത ദിവസവും സിസ്റ്റർ ഞങ്ങളോടൊപ്പം ചേരുമെന്ന് ഉറപ്പായിട്ട്. ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് നേർക്കാഴ്ചയിൽ കാണുന്ന സംഭവങ്ങളാണ്. അതെ, അതൊക്കെ ഈ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക്, എനിക്ക് തോന്നുന്നു റഷ്യയിൽ നിന്നും കിട്ടുന്ന ന്യൂസ് ആണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ടാണ് ആളുകളെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. റിയലി നടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കാരണം അതിർത്തിയിൽ നിന്ന് ഇത്രയും അതിർത്തിയിലേക്ക് പോകാൻ അങ്ങനെ ആർക്കും അനുവാദം ഉണ്ടാകുകയല്ലോ. കാരണം സിസ്റ്റർ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം അങ്ങോട്ടേക്ക് അവർ ഔദ്യോഗികമായിട്ട് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നിന്ന് വിട്ടതാണല്ലോ. അതുകൊണ്ടാണല്ലോ സിസ്റ്റർ അവിടെ എല്ലാം ചെല്ലാൻ പറ്റിയത്. ഉറപ്പായിട്ട് ഇത് റെഡ് അലേർട്ട് സ്ഥലമാണ്. ഇവിടേക്ക് ഈവൻ വണ്ടികളൊന്നുമില്ല, ട്രെയിനൊന്നും ഇവിടേക്കില്ല, ബസ്സുകളൊന്നും ഇവിടേക്കില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഇത് ഹെർസോൺ, മിക്കോളായ എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റിൽ വന്ന് ഇറങ്ങിയിട്ടാണ് ഇവിടുന്ന് ആള് വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടേക്ക് നേരിട്ട് വരാൻ അനുവാദവും ഇല്ല. പിന്നെ വരുന്ന സമയത്താണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്തിട്ടേക്കാണ് ഇങ്ങോട്ടേക്ക് കടന്നു വിടുന്നത്. കാരണം ഇവിടെയും റഷ്യൻ ചാരന്മാരുണ്ട്. ഓക്കെ സിസ്റ്റർ, വളരെ നന്ദി ഞങ്ങളോടൊപ്പം ആയതിന്. വളരെ നന്ദി. താങ്ക് യു. എനിക്ക് ഇങ്ങനെ കുറച്ച് സത്യങ്ങളെങ്കിലും ലോകത്തോട് വിളിച്ചു പറയണം, ലോകത്തെ അറിയിക്കണം. അത് അറിയിച്ചതുകൊണ്ടൊന്നും എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടല്ല, പക്ഷെ കുറച്ച് സത്യങ്ങൾ അറിഞ്ഞിരിക്കണം, അത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചു, സിസ്റ്റർ റഷ്യയിലായിരുന്നെങ്കിൽ സിസ്റ്റർ എന്തു പറയുമായിരുന്നു എന്ന്. ഞാൻ പറയുമായിരുന്നു റഷ്യ ചെയ്യുന്നത് അനീതിയാണെന്ന്. ഓക്കെ സിസ്റ്റർ, ഓക്കെ. അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. വളരെ നന്ദി. ഓക്കെ.